ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ. നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ബസ്സിലാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഹാനിയായിട്ട് ബസ്സിലൊരു യാത്ര പോകുന്നത്. ഞാൻ ഈ അടുത്ത് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഹാനിയനായിട്ട് ഈ അടുത്തൊന്നും എൻ്റെ ഓർമ്മയിൽ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ഉമ്മൻ്റെ കൂടെ ഒക്കെ പോവാറുണ്ട്. അപ്പം ഒരു ചെറിയ ദൂരയാത്രയാണ്, കുറച്ച് ലഗേജ് ഒക്കെ ആയിട്ടാണ് കേട്ടോ പോണത്. നമ്മൾ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് വേണ്ടി രണ്ടാൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരെ നമുക്കൊന്ന് കണ്ണുകൊണ്ട് തെരഞ്ഞു നോക്കാം. കാണുന്ന ഭാഗത്തൊന്നും ഇല്ല, വന്നിക്കണോന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഒരു 5-6 മിസ് കോൾ കാണുന്നുണ്ട് ഫോണിലാകുമ്പോൾ, അതുകൊണ്ട് എന്തായാലും അവരെത്തിയിട്ടുണ്ടാവും. കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയി നോക്കിയപ്പം അതാ നമ്മുടെ ഇസിയാൻകുട്ടൻ വന്നിട്ട് ദീദി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൻ്റെ എത്താത്ത റിഷാനാണ്, റിഷാനും മോനും, ഇവരാണ് നമ്മളെ കൂടെ പോകാനുള്ള രണ്ടാൾക്കാർ കേട്ടോ. അപ്പൊ നമ്മൾ മാനന്തവാടി ഒരു ബസ്സിൽ കയറി, നമുക്ക് കൽപ്പറ്റയിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മാനന്തവാടി ബസ് കയറിയാൽ മതി എന്ന് അവിടെ ഉള്ള ആള് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ സിസ്റ്റർ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. കൽപ്പറ്റയിലാണ് സിസ്റ്റർ വീട്. വെക്കേഷനൊക്കെ അല്ല, ആദ്യം ചെന്നൈയിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ മൂലം അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ വയനാടെങ്കിൽ വയനാട് എന്നുള്ളതിൽ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നതാണ്. 2 ട്രിപ്പും പ്ലാനിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ട്രിപ്പ് എന്തായാലും ഉപേക്ഷിച്ചേ മതിയാവുള്ളൂ എന്നായിരുന്നു, ചെന്നൈ ട്രിപ്പ്. അതുകൊണ്ട് പിന്നെ അധികം ചിന്തിക്കാതെ അതങ്ങ് ഉപേക്ഷിച്ചു. അതാണ് അതിൻ്റെ ഒരു കഥ. നമ്മള് കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് നല്ല വിസ്തരിച്ചിരിക്കുകയായിരുന്നു. 3 സീറ്റിൽ നമ്മള് 4 ആളും കൂടെ. മക്കൾ 2 ആളും കൂടെ ഒരു സീറ്റിലും നമ്മള് 2 സീറ്റിലായിട്ടും. അപ്പൊ കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, മോളെ മക്കളൊന്ന് മടിയിലേക്ക് വന്നു. അതോടുകൂടി കൺജസ്റ്റഡ് ആയി, നല്ല തിരക്കായി. ഇവര് വലിയ കുട്ടികളായിട്ടുണ്ടല്ലോ, അപ്പൊ ഇവര് മടിയിലിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വേറെ വഴിയില്ലല്ലോ, ഓര് വന്ന് പറഞ്ഞാൽ അപ്പൊ ഓരോട് എന്ത് പറയാനാണ്. അങ്ങനെ നമ്മൾ പതുക്കെ എന്താ പറയാ ചുരമൊക്കെ കയറാൻ വേണ്ടി തുടങ്ങിയിട്ടോ. അപ്പം ചുരം കയറി കുറച്ച് അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പണ്ടത്തെ പോലൊന്നും കുരങ്ങന്മാരേ ഇല്ല, അത്രയും കുരങ്ങന്മാരെ കാണാനേ ഇല്ല. പണ്ടൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ നല്ലോണം കുരങ്ങന്മാരുണ്ടാവുന്നുണ്ടായിരുന്നു, ലാസ്റ്റത്തെ വളവിന്റെ അവിടേക്കൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ആകെ 1-2 പേരിന് 2 കുരങ്ങിനെ അങ്ങനെ എന്താ കണ്ടിട്ടുള്ളൂ കേട്ടോ. അധികം കുരങ്ങുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ കൽപ്പറ്റയിലെ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് വലിഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, കുറച്ചൊക്കെ ബ്ലോക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല മഴക്കാറുണ്ട് ട്ടോ. നമ്മളെ നാട്ടിലൊരു തുള്ളി പോലും മഴ ഇല്ലായിരുന്നു. അപ്പം ഇവിടെ നല്ല മഴക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഓട്ടോയിൽ കയറിയപ്പോൾ ഒരു 2 തുള്ളി 3 തുള്ളി ആയിട്ട് ഇങ്ങനെ ഉറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയാ, നമ്മള് വീട്ടിലെത്താനാവുമ്പോഴേക്കും നല്ല വലിയ വലിയ തുള്ളികളായിട്ട് മഴ പെയ്തു. കൈ പുറത്തേക്ക് കാട്ടിയിട്ട് മഴത്തുള്ളികൾ കയ്യിലേക്ക് വീകണില്ല, കാറ്റിന്റെ ഇതിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീകാണ്. അപ്പം അങ്ങനെ അവസാനം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് ഇറങ്ങുന്ന കറക്റ്റ് ടൈമിൽ നല്ലൊരു കോരി ചെറിയുന്ന മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മോളൊക്കെ കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ട്, മക്കളൊക്കെ ഡ്രസ്സൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി. അപ്പം അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റൊക്കെ അടിച്ചിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ കയറുന്നവരെ അങ്ങനെ കാറ്റൊന്നും വന്നിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റടിക്കാൻ തുടങ്ങി. അപ്പം നല്ല തണുപ്പായി പുറത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു കിച്ചണിൽ പോയി നോക്കാം, പുറത്ത് നല്ല തണുപ്പാ, അപ്പൊ ഉള്ളിലേക്ക് എന്തെങ്കിലും ചൂടുള്ളത് കിട്ടുമെന്നുള്ള അറിയണല്ലോ. അപ്പം ലഞ്ചിന്റെ ടൈമാണ് ട്ടോ. നല്ല ബീഫ് ഫ്രൈയും പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ സാദാ ചോറുണ്ട്, പച്ചക്കറി ഉണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് ഫിഷ് കറി ഒക്കെ ഉണ്ട്. അങ്ങനെ ആയിട്ടൊരു നല്ല അടിപൊളി എന്താ പറയാ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെയും കുറച്ചു നേരം ബാൽക്കണിയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ വൈകുന്നേരം മഴ പെയ്ത് ചോർന്ന ആ വൈകുന്നേരം നല്ല ഭംഗിയായിട്ട് കോടൊക്കെ വന്നിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും വയനാട് സുന്ദരിയാണ്. സുന്ദരിയോ സുന്ദരനോ ട്ടോ, അത് ഞാൻ പറയുന്നില്ല. എന്തായാലും നല്ല ഭംഗിയാണ് വയനാടിനെ കാണാന്. നമുക്ക് എപ്പോഴും വരാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഇന്നലെ വന്ന ഗസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിന്ന് വൈകുന്നേരം പോവാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചായക്ക് നമ്മളെ റിഷാന നല്ല അടിപൊളി ചട്ടിപ്പത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല അച്ചപ്പും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയാ അടിപൊളി ചായയും കുടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് രാത്രി. അപ്പോൾ അവിടെ അടുത്ത വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹൗസ് വാമിംഗ് ആയിരുന്നു കേട്ടോ, അത് ആ കാണുന്ന വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പൊ മക്കളൊക്കെ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ ഇങ്ങനെ ആ തണുത്ത ഒരു ഇതിൽ, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ചൂടെടുത്ത് വെറുത്ത് പോയതാണ്. അപ്പൊ ഈ തണുത്ത ഒരു അന്തരീക്ഷത്തിൽ നല്ല സുഖമായിട്ട് സംസാരിച്ചും എന്താ പറയാ കുറേ നേരം ഇരുന്നു. ബാൽക്കണിയിൽ ഇരിക്കാൻ എസ്പെഷ്യലി നല്ല സുഖം ഉണ്ടായിരുന്നു, നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കോഴിക്കോടൻ കണ്ണച്ചത്തിരിയാണ് ട്ടോ നമ്മളെ ഡിന്നർ. നല്ല ഓയിലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുള്ള കോഴിക്കോടൻ കണ്ണച്ചത്തിരി, അതിന്റെ കൂടെ തന്നെ ബീഫ് ഫ്രൈ ഗ്രേവി ആയിട്ട്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ പെട്ടെന്ന് അവസാനിച്ചിട്ടോ. അപ്പം ഇൻഷാ അള്ളാ നാളെ നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പം നാളത്തെ വീഡിയോ ഉണ്ടാവും കണ്ടിന്യൂഷൻ ആയിട്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ.
അപ്പൊ എന്തായാലും ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.